അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മളെ മോള് വിരുന്നൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. രാവിലെ പോയതായിരുന്നു, പോണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ രാവിലെ മോന് കൊണ്ടാക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇതാ അനിയത്തി ആയിരുന്നപ്പോൾ അവൾ കൊണ്ടുവന്ന് വിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കുട്ടികളായിട്ട് അനിയത്തിൻ്റെ മക്കളായിട്ട് കളിക്കണത് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾക്ക് വീഡിയോ ഇട്ടുന്നേരത്ത് ഞാൻ അതും കൂടി ഇതിലൊന്ന് ഇൻക്ലൂഡ് ചെയ്താണ്. പിന്നെ അപ്പോൾ താത്താരൊക്കെ കിട്ടിയപ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കല്ലേ, ഇവിടെ ആരെങ്കിലും ഉണ്ട്. ഇവിടെ ഞാനും ഇവിടെ മാത്രമല്ല, അപ്പോൾ നമുക്കുള്ള കൂടെ കളിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. വീട്ടിലെ ജോലിയൊക്കെ കഴിയുമ്പോഴത്തേനും ഉച്ചയാകുമ്പോൾ ഒന്ന് കിടക്കണം എന്നുള്ള ഒറ്റൊരു എന്താ മനസ്സിലൊരു ചിന്ത ഉണ്ടാവുള്ളൂ. അപ്പോൾ വല്ലാതെ കളിക്കാനൊന്നും തന്നെ കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ടൊരു വിനോദമാണ് മേക്കപ്പ് ചെയ്യലൊക്കെ. അപ്പോൾ അവിടെ ചെന്നിട്ട് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. കുട്ടികളൊക്കെ ഉണ്ടായപ്പോൾ കളിക്കാനൊക്കെ താത്താരൊക്കെ കിട്ടിയപ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഇതന്നെയാണ് പണി കേട്ടോ, മേക്കപ്പ് ചെയ്യാം. പൗഡർ ഇട്ടിട്ടും കൺമഷി ഇട്ടിട്ടും ഇത് എന്നിട്ട് കണ്ണാടിക്കൊക്കെ നിർത്തൂല. അപ്പോൾ എന്താ ചെയ്യുക, ഫ്രിഡ്ജിൻ്റെ നേരെ ഡോറിൻ്റെ മുമ്പിൽ പോയി ഇതൊക്കെ ശരിയാക്കണം നോക്കുക. അതുപോലെ മുടിക്ക് നീളമല്ലല്ലോ, അപ്പോൾ ഷോള് തലയിൽ ചുറ്റിക്കെട്ടിയിട്ട് മുടി നീളം കൂട്ടിയിട്ട് അത് മുടിയാണെന്ന് പറഞ്ഞിട്ട് കെട്ടിത്തൂക്കി നടക്കുക. അപ്പോൾ ഇതൊക്കെ ഒരു പെൺകുട്ടികളെ കളികളാണ്. അപ്പോൾ അത് സ്വയം ഇവളെന്നെ കണ്ടുപിടിച്ച കളിയാണ് ഇപ്പോൾ. അപ്പോൾ മേക്കപ്പ് ചെയ്യലൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട കളിയാണ്. അപ്പോൾ താത്താരെ കൂടെ എത്തിയപ്പോഴേ നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അവരും ഇതിനൊക്കെ ഇങ്ങനെ ആട്ടത്തിന് നിന്നെടുക്കുമ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അവിടെ പാട്ടും ഡാൻസും മേക്കപ്പും കളികളും പോരാൻ സമയമായപ്പോൾ ചെറിയൊരു വികൃതിയും എല്ലാം കഴിഞ്ഞിട്ടാണ് വന്നത് കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഇവിടെ ഇതുപോലെ 5 മണിയായപ്പോൾ തിരിച്ച് കൊണ്ടുവന്ന് ആക്കി തന്നു. അപ്പോൾ ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം എന്ത് ചെയ്തു, മുട്ടക്കിഴി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ വേഗം ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് ഉണ്ടാക്കാനൊന്നും സമ്മതിച്ചില്ല. ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ സമയം മക്കളവിടെ ഒറ്റയ്ക്ക് നിർത്തി പോകുന്നതായതുകൊണ്ട് തന്നെ പിന്നെ ചായൻ്റെ കടി ഉണ്ടാക്കാനുള്ള സമയം നമുക്ക് ഉണ്ടായില്ല. അപ്പോൾ ഞാൻ വേഗം ആക്കി കൊടുക്കാനുള്ള മാത്രം 2 മുട്ട കൊണ്ട് മാത്രം ഉണ്ടാക്കിയിട്ട് അത് 4 പീസാക്കിയിട്ട് കൊടുത്തിരുന്നു. എന്താ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ അതുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കി ബാലൻസ് വന്ന മാവ് കൊണ്ട് ഞാൻ ഇങ്ങനൊരു സ്നാക്ക് ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ മുട്ട കൊണ്ട് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്, മുട്ടൊന്നും ഇല്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. ഫില്ലിങ്സ് എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കനും സവാളയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങനെയുള്ള ഫില്ലിങ്സ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫില്ലിങ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിറക്കുക. ബീഫായാലും കുഴപ്പമില്ല, ചിക്കൻ ആയാലും കുഴപ്പമില്ല, ഇനി വെജിറ്റബിൾ ആണെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ ഉണ്ടാക്കുക. 2 പത്തിരി വെച്ചിട്ട് ഒരു പത്തിരിൻ്റെ മുകളിൽ വെച്ചിട്ട് മറ്റേ പത്തിരി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ കൈ കൊണ്ടൊന്ന് ഞൊറിഞ്ഞെടുത്താൽ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. വൈകുന്നേരം മക്കൾക്ക് കൊടുക്കാൻ പറ്റിയതുണ്ട്. അപ്പോൾ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കിയിരുന്ന ബാക്കിയുണ്ട് ഇതുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഇതിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയത്. പിന്നെ നമ്മൾ മുട്ടക്കറിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ വീഡിയോ നമ്മളുടെ അതാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് പോയിട്ട് കാണട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടൊന്നുമില്ല, ഒരു പ്രാവശ്യം ഇട്ടതല്ലേ. അപ്പോൾ അതിൻ്റെ ബാക്കിയൊന്നും മസാല കൊണ്ട് ഇങ്ങനെയൊരു നമുക്ക് വേഗത്തിന് മുട്ടൊന്നും ഇല്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ വിട്ട് മക്കൾ വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ നമ്മളെ വീട്ടിൽ ആരെങ്കിലും പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ച് കൊടുക്കാം. സാധാരണ പൂരി ഒറ്റയ്ക്കൊന്നല്ല, അതിൻ്റെ കണ്ടാൽ പൂരിയാണെന്ന് വിചാരിക്കും. അതിൽ ബാക്കി ബാലൻസ് വന്ന പൊടിയുണ്ട് ഞാനിതുപോലെ പൂരിയും ചുട്ടെടുത്തിട്ടുണ്ട്. ഷേപ്പൊന്നുമില്ല, ബാലൻസ് വന്നതുകൊണ്ട് കുറച്ചൊരു ഹാർഡായി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഷേപ്പിലൊന്നും അല്ല കിട്ടിയത്. അപ്പം വേഗം പണി കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഉണ്ടാക്കിയെടുത്താണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. മക്കൾക്ക് കൊടുക്കാൻ ആരെങ്കിലും വീട്ടിൽ വരുന്ന സമയത്തൊക്കെ എല്ലാവരും ഇതുപോലെ ഫില്ലിങ്സ് എന്തായാലും കുഴപ്പമില്ല, ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും.
അപ്പോൾ നമ്മൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാവരും മറക്കാതെ ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.